കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴയുണ്ട് കേട്ടോ. ഇരട്ടയാർ ഡാമിലേക്ക് വെള്ളം കുറേശ്ശെ കൂടുന്നുണ്ടോ. ഇത് ഇടുക്കി ജില്ലയിലെ തോപ്രാംകുടിക്കടുത്ത് കാമാക്ഷി പഞ്ചായത്തിലെ പുഷ്പഗിരി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ചെറുകിട തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുഷ്പഗിരിയിൽ നിന്ന് നമ്മൾ ടവർ കുന്നിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടുത്തെ ടവറിൻ്റെയൊക്കെ പൊക്കം കണ്ടോ. ഇവിടെ ഒരുപാട് ടവറുകളുണ്ട് കേട്ടോ. ആ കാണുന്ന സ്ഥലം കണ്ടോ, അതിലേ പോയാൽ ഒരു ചെറിയ വ്യൂ പോയിന്റിലേക്ക് പോകാം. അവിടെയും ടവറുണ്ടേ. ഇത് നമ്മൾ കട്ടപ്പനയിൽ നിന്ന് കയറി വരുന്ന വഴിയാണ്. അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ കാണാം. ഇവിടെ ഒരു കടയുണ്ട്, വീടുമുണ്ട്. നമുക്ക് ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ ബാക്കിൽ കൂടെ ഒരു വഴിയുണ്ടേ, അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടേ, പക്ഷേ ഇത് വള്ളക്കകത്തായി പോയി. ഇതിലേ അങ്ങനെ പോയാൽ നമുക്ക് എന്തോ കാണാനുണ്ടെന്ന് നോക്കാം. വീണ്ടും മഴക്കാലം ആരംഭിച്ചതിൻ്റെയാണ്. ന്യൂനമർദ്ദം തമിഴ്നാട്ടിലൊക്കെ നല്ല മഴയാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ കണ്ടോ മഞ്ഞിങ്ങനെ ഇറങ്ങി കെട്ടിക്കിടക്കുന്നുണ്ടോ. ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ട് ടവർ വന്നത് ഏകദേശം ഇവിടെയൊക്കെയാണെന്ന് പറയേണ്ടി വരും. ഒരുപാടെണ്ണം ഉണ്ട്, 3-4 ടവർ ഈ ഭാഗത്തുണ്ട്. ഇവിടേക്ക് ഇറങ്ങി വന്നപ്പോൾ ചെറിയൊരു തേയിലത്തോട്ടമൊക്കെയാണ് താഴേക്ക്. അങ്ങോട്ടൊരു വീട്ടിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയൊക്കെ ഉണ്ട്. അങ്ങോട്ട് നോക്കിയേ, മൂന്നാർ മലനിരകളിലൊക്കെ മഞ്ഞിറങ്ങി കിടക്കുന്നുണ്ടോ. ചെറുതാണെങ്കിലും ഈ തേയിലത്തോട്ടം കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് ടവർ കുന്ന്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും മഴ പെയ്യുമോ എന്നറിയത്തില്ല. തിരിച്ച് നമുക്ക് റോഡിലേക്ക് പോവാം. ഇവിടെ ഒരു കുടിവെള്ള പദ്ധതിയുടെ ടാങ്കൊക്കെ കണ്ടോ. ഈ നാട്ടുകാർക്കുള്ള ജലത്തിൻ്റെയൊക്കെ ഒരു സ്രോതസ് ഇവിടാണ് കേട്ടോ. ഇവിടെ നേരത്തെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പോൾ ഈ കടയൊന്നും തുറക്കുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ അതുകൊണ്ടോ അങ്ങോട്ടൊരു വഴിയുണ്ടോ, അതാണ് ആ ടവർ കുന്നിലേക്ക് പോകുന്ന വഴി. ഒരു ചെറിയ വ്യൂ പോയിൻ്റൊക്കെയാണേ. ഈ പോകുന്ന വഴിയുണ്ടോ, സൈഡെല്ലാം വേലിയും ചെമ്പരത്തിയും പൂക്കളും ചെടികളും ഒക്കെയാണ്. ഇവിടെയും ചെറിയ ചെറിയ തേയിലത്തോട്ടമൊക്കെ ഉണ്ടേ. ഒരു കുഞ്ഞു തേയിലത്തോട്ടം. ഇങ്ങനെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇത് അവിടെ ഒരു പള്ളി കാണാവേ. കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ നന്നായിട്ട് കാണാം. ഇതൊരു ഇന്ത്യൻ പെന്തക്കോസ് IPC ചർച്ചാണേ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ റിസോർട്ടുകളൊക്കെയാണ്. നല്ല മനോഹരമായ രീതിയിൽ അവർ മുളയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും മാത്രമല്ല, അവിടെ ഒരു ഗേറ്റുണ്ട്. ഇത് ഇവിടെയുണ്ട്. ഇതെന്താണ്, ബഞ്ചാര ഹിൽസ്, അങ്ങനൊരു പേരാണ്. ഇപ്പോൾ റിസോർട്ടുകളൊക്കെ എല്ലായിടത്തും ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ. ആ ടവർ കുന്നിൻ്റെ അവിടെ കണ്ടോ ഒരു മരമൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത്. നമ്മളിങ്ങോട്ട് വന്ന വഴിയേ ഈ വീടിനെ പറ്റത്തൊക്കെ കണ്ടോ, നല്ല അടിപൊളി പൂക്കളൊക്കെ നിൽക്കുന്ന നോക്കി. ബോൺവില്ലുണ്ട്, അല്ലാത്തതുണ്ട്. ഇത് റൂംസാണെന്ന് തോന്നുന്നു കേട്ടോ, കൃത്യം അറിയത്തില്ല. കണ്ടിട്ട് അതിൻ്റെ ഷേപ്പ് കൊണ്ടൊരു റൂംസ് പോലെ ഉണ്ട്. ഇപ്പം അതിൻ്റെ മുകളിൽ പോയിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഇവിടെ 2-3 ടവർ ഒരേ ലെവലിൽ നിൽക്കുന്നുണ്ടേ. ഇപ്പം നമ്മളെ പുഷ്പഗിരിയിലാണേ. പുഷ്പഗിരി എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ കാമാക്ഷി പഞ്ചായത്തിൽ തോപ്രാംകുടിക്കൊക്കെ പോകുന്ന വഴിക്കുള്ള പുഷ്പഗിരിയാണേ. അപ്പോൾ ഇവിടെ അടുത്ത് കുറച്ച് ചുറ്റുവട്ടമായിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ എല്ലാം ഒന്ന് കണ്ടു ഒക്കെ വരുമൊക്കെ ചെയ്യാവേ. ഈ മുകളിലോട്ട് കയറി പോകുന്ന വഴിക്ക് നിറച്ചും പുല്ലൊക്കെ പൂത്തിങ്ങനെ ചെമ്പരത്തി വേലിയൊക്കെ പൂവിട്ടൊക്കെ നിൽക്കുവാണേ. അവിടെ ഒരു കെട്ടിടം കണ്ടോ, അതൊരു കോളേജ് സ്കൂളും ഒക്കെയാണേ. ഡീപോൾ അങ്ങനെയാണ് അതിൻ്റെ പേര്. ഈ ടവറിൻ്റെ ഒക്കെ ഒരു ഹൈറ്റ് കണ്ടോ, നമ്മൾ നോക്കിയാലേ എത്തുകയല്ല, അതുപോലെയാണ്. ഇപ്പുറത്ത് പുറത്ത് നിൽപ്പുണ്ട്. ഇതിലെ ഓഫ് റോഡ് ജീപ്പൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മിറ്റിലെല്ലാം നന്നായിട്ട് ഇളകി കിടപ്പുണ്ട്. പിന്നെ പിള്ളേർ സെറ്റ് ബൈക്കൊക്കെ കയറ്റും. ഇവിടെ നിറച്ചും തെരുവപ്പുല്ലാണേ. ഇവിടെ ഈ അടുത്ത് എന്തൊക്കെ വർക്ക് ചെയ്തെന്ന് തോന്നുന്നു. മണ്ണൊക്കെ ഇങ്ങനെ ഇളകി കിടക്കുന്നു നോക്കി. താഴേന്ന് ചെറിയൊരു കയറ്റമാണ് കേട്ടോ ഇങ്ങോട്ട്. പക്ഷേ കയറ്റം കയറി നമ്മൾ ഈ മോളിൽ വന്നു കഴിയുമ്പോഴല്ലോ അതൊരു കാഴ്ച തന്നെയാണ്. കാണണോ, ഇതാണത്. ഇവിടെ ഓഫ് റോഡ് ജീപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് ഇങ്ങനെ വട്ടം അടിക്കുന്നുണ്ട്.
കേട്ടോ. ചുറ്റോടി ചുറ്റും എല്ലാ മേഖലയും മഞ്ഞൊക്കെ ഇറങ്ങി ഇങ്ങനെ കിടക്കുവാണേ. നമ്മുടെ കല്യാണത്തിൻ്റെ മലനിരകളൊക്കെയാണ് ആ ദൂരെ കാണുന്നത്. അങ്ങോട്ട് നോക്കി മൂന്നാർ സൈഡൊക്കെയാണ്. അതെ, അവിടെ എല്ലാം മഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുക നല്ല രീതിക്ക്. ചില ഭാഗത്ത് മഞ്ഞിങ്ങനെ വന്ന് ഭൂമിയിലേക്ക് മുട്ടി നിൽക്കുക. ആ കാണുന്നതൊക്കെ മഴ ഇന്നുമുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു കുരിശടിയൊക്കെ കാണാവേ. ഈ പുഷ്പഗിരിയിലെ ഉദയഗിരിയിലെ പള്ളിക്കാരുടെ ഞാൻ തോന്നുന്നു. എല്ലായിടത്തും നല്ല പച്ചപ്പുല്ല, പക്ഷേ ഇവിടുത്തെ പുല്ലെല്ലാം ഉണങ്ങിപ്പോയല്ലോ. മരുന്നടിച്ച് ഉണക്കിയതാണോ? നമുക്കേതായാലും താഴോട്ട് പോയിട്ടെ അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ കണ്ടുവരാം. താഴെ നമുക്ക് ഉദയഗിരി ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അത്ര വലിയ ടൗണൊന്നും ചെറിയൊരു സിറ്റിയാണേ. കുറച്ച് കാലാവസ്ഥ തെളിഞ്ഞതായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയേനെ. ഒരിടത്ത് കാറ്റൊന്നുമില്ല കേട്ടോ. മേഘമൊക്കെ അങ്ങനെ തന്നെ മഞ്ഞുമൊക്കെ നിൽക്കുക. ദൂരേക്ക് നല്ല കാഴ്ച കേട്ടോ ഇവിടുന്ന്. ഉദയഗിരി ടൗൺ. ആ റോഡ് നമ്മുടെ കട്ടപ്പനയിൽ തോപ്രാങ്കുടി മുരിക്കാശ്ശേരിയൊക്കെ പോകുന്ന റോഡാണ്. അത് ഉദയഗിരി ഭാഗത്തോടെ വന്ന ഉദയഗിരി പള്ളിയൊക്കെ ഇതാ അവിടെ കാണുന്നത്. ഇതിൻ്റെ താഴെ ഒരു ചെറിയ തേയിലത്തോട്ടമൊക്കെ ഉണ്ടേ. ഇവിടെ തീയൊക്കെ കത്തിച്ചിട്ടുണ്ടല്ലോ. വേറെ ഇവിടെ തീയൊക്കെ കത്തിച്ചേ. ചെമ്പരത്തിപ്പൂക്കൾ അമ്മാരെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. അത് ഈ വേലി സൈഡിൽ കൂടെ അല്ല കുറേ ഉണ്ട്. ഇവിടെ ചെമ്പരത്തി വേലി ഒത്തിരി ഉണ്ടേ. ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ തേയിലത്തോട്ടം. പക്ഷേ ഇത് കളയൊന്നും എടുക്കാതെ എങ്ങനെ ഇട്ടിരിക്കുവാന്നേ. ഓ, അങ്ങ് ദൂരെ ഒരു പള്ളിയൊക്കെ കാണാം. ഈട്ടിത്തോപ്പ് പള്ളിയാണോ? ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാണല്ലോ ഒരുപാട് മേഖല കാണാം. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു കാഴ്ചയാണേ. കണ്ടിഷ്ടപ്പെട്ടാൽ പറയണം കേട്ടോ. ഇവിടെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാവോ? അഭിപ്രായം പറയണം കേട്ടോ. കമൻ്റൊക്കെ ചെയ്താൽ മതിയേ. അപ്പോൾ നമുക്കറിയാമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് മുകളിലോട്ട് കയറി പോവാണ്. ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു ദൂരോട്ടുള്ള കാഴ്ചകളൊക്കെയാണ്. ആ കാണുന്നതുണ്ടോ, അതൊരു വ്യൂ പോയിൻ്റാണേ. നമ്മുടെ കല്യാണത്തണ്ടിൻ്റെ ആ ഭാഗമൊക്കെ പോലെ, കല്യാണത്തണ്ടല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പരുന്തുംപാറ ഭാഗത്തെ ഒരു കാഴ്ചകൾ പോലെയാണ്. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നല്ലൊരു വ്യൂ പോയിൻ്റ് അവിടെ. ഉദയഗിരിക്ക് മേളിൽ പ്രകാശിൻ്റെ അപ്പുറത്തായിട്ട് ആ കാണുന്നതാണ് കരിക്കുമേട് വ്യൂ പോയിൻ്റ് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് താഴ്വാര കാഴ്ചകൾ ഒരുപാട് കാണാൻ പറ്റിയ സ്ഥലമാണ്. മലയിടുക്കുകൾ കിടക്കുന്നുണ്ടോ. ഇടുക്കിയിലെ ഒരു സ്ഥലങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ മഞ്ഞ് കയറി കിടക്കുന്ന സ്ഥലം കണ്ടോ നോക്കി. അവിടെയൊക്കെ മഞ്ഞ് അങ്ങനെ തന്നെ കിടക്കുവാണേ. മൂന്നാർ സൈഡൊക്കെയാണ്. മൂന്നാർ സൈഡ് ഇങ്ങനെ പോയിട്ട് കേട്ടോ. ആ കാണുന്നൊരു മേഖല ഉണ്ടോ. ശരിക്കും കാലാവസ്ഥ നല്ലതാണ്. ഗ്യാപ്പ് റോഡിലെ പണ്ട് മണ്ണിടിഞ്ഞ ആ ഭാഗം വരെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതിൻ്റെ അപ്പുറത്ത് സൂര്യനെല്ലിയുടെ കുളുക്കുമല ആ മേഖലയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാ അങ്ങോട്ടും ഉണ്ടോ ആ ഭാഗത്തൊക്കെ പൊങ്ങി നിൽക്കുന്ന മലകൾ. അതിൻ്റെ അപ്പുറം തമിഴ്നാടാണേ. അപ്പോൾ നമുക്കിനി തിരിച്ചു പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഇവിടുത്തെ ഒരു കാഴ്ച ഉണ്ടോ, നല്ല സെറ്റപ്പായിട്ട് ഒരുപാട് ദൂരക്കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. അത് ചെകുത്താമല കല്യാണത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. അക്കരയ്ക്കരയായിട്ട് മലകൾ കണ്ടോ, അവിടെയും മഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചിറങ്ങുമ്പോഴേ നമ്മൾ ആ വന്ന വഴി നോക്കി. ആ മെയിൻ റോഡിൽ നിന്ന് നേരെ തിരിഞ്ഞ് ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു അമ്പലമൊക്കെ കാണാം. ഒരു ഗുരുമന്ദിരമാണെന്ന് തോന്നുന്നു. മുന്നോട്ട് ഇങ്ങനെ ഒരു വഴിയാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു ഭാഗം നോക്കിയേ, ഇവിടെ ഒത്തിരി പൂമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അവിടെ ഒരു പൂമരം, ഇവിടെ ഒരു പൂമരം, പിന്നെ താഴോട്ട് ഇങ്ങനെ ഒരു റോഡാണ് പോകുന്നത്. ഇതേതായാലും വീട്ടിലോട്ടാണോ എന്ന് അറിയത്തില്ലേ.
ചെറിയ വഴി, അധികം ദൂരത്തിലേക്ക് ഈ റോഡില്ല. ഇവിടെ ആണെങ്കിൽ കുറേ ചെമ്പരത്തിപ്പൂക്കൾ. ഇവിടുന്ന് വലത്തോട്ടൊരു വഴി ഇങ്ങോട്ട് കയറുന്നുണ്ടേ. നമുക്ക് ആ വഴിക്കൊന്ന് പോയി നോക്കാം. ഇവിടെ എന്തോ ഒരു പുതിയ പ്രവർത്തനമൊക്കെ നടക്കുന്നതിൻ്റെ ആയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഒരു ഗേറ്റോ വേലിയോ ഒക്കെ പിടിപ്പിക്കുന്നുണ്ട്. താഴോട്ട് നമ്മൾ വഴി കിടക്കുവാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ ഉള്ള കാഴ്ചകളുണ്ടോ. ഇവിടെയും ഒരു ചെറിയ തേയില പ്ലാന്റേഷനൊക്കെ കാണാവേ. ഇവിടങ്ങളിലെല്ലാം ചെറിയ ചെറിയ പ്ലാന്റേഷനുകളാണ്. കുറേ ഏരിയ ഒന്നും കാണാനില്ല. താഴെ കുറച്ച് വീടുകളൊക്കെ കാണാം. ഇവിടെ ഒരു റിസോർട്ടൊക്കെ കാണുന്നുണ്ടല്ലോ. ഇവിടെ നമ്മൾ നേരത്തെ അപ്പുറത്ത് വഴി സൈഡിൽ ബോർഡ് കണ്ടില്ലേ, ആ റിസോർട്ടാണേ. ഇതൊരു പ്രത്യേക രീതിയിൽ പണിതാന്ന് പറയുന്ന പോലെ നല്ല പടിക്കെട്ടും ഒക്കെ ആയിട്ട്. ഈ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ടല്ലോ നല്ല ചെറുകിട തേയിലത്തോട്ടങ്ങളാണേ. അവിടെയുണ്ട്, റോഡിൻ്റെ ഈ സൈഡിലും ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് റൂമെടുത്ത് താമസിക്കുന്നവർക്കൊക്കെ രാവിലെയൊക്കെ നല്ല വ്യൂ കിട്ടുവേ. ഇത് കണ്ടോ, ഇതെല്ലാം കൊളുന്തൊക്കെ എടുത്ത് പോയി. രാവിലെ അവിടുന്ന് ഇങ്ങോട്ട് എണീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഭംഗിയായിരിക്കും കാണാൻ. മെഷീൻ്റെ സഹായത്തോടു കൂടി അവരവിടുന്ന് കൊളുന്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് കൊളുന്തെടുക്കുന്നത് നമുക്ക് അവിടെ പോയെന്ന് നോക്കാവേ. ഇവിടെ കൊളുന്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് മെഷീൻ്റെ സഹായത്തോടു കൂടി കൊളുന്തെടുക്കുന്നത്. കൊളുന്ത ഇനി കൊണ്ടേ ഉണക്കിയെടുക്കണം. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോകാം അല്ലേ. ചെമ്പരത്തിപ്പൂ കാണുമ്പോൾ ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചോലെ. എന്തൊരു കളറാന്ന് നോക്കിയതിൻ്റെ. ഈ മലയെല്ലാം വെട്ടിയിറക്കി റോഡുണ്ടാക്കിയേക്കുന്നുണ്ടോ. ഈ റോഡ് ആദ്യം കട്ടപ്പനയിൽ ഈ വഴിക്ക് കയറി ഇങ്ങനെ തോപ്രാംകുടി കൂടി ഒരു വലിയ ഒരു SH റോഡൊക്കെ വരാൻ വേണ്ടി ഇരുന്നായിരുന്നേ. പക്ഷേ ഇപ്പോഴത് വികസനമൊന്നും കണ്ടില്ല. നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള റോഡേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അങ്ങ് ദൂരെ കണ്ടോ, അത് അമ്പലമേട് അമ്പലമാണേ. ഈ ഭാഗത്തൊക്കെ ഒരുപാട് പൂച്ചെടികളുണ്ട് കേട്ടോ, പൂവിട്ടിങ്ങനെ നിൽക്കുന്നേ. ഇത് നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയാണേ. അത് തോപ്രാംകുടിക്ക് പോകുന്ന വഴി. ഇതിവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ അമ്പലമേട്ടിലോട്ടൊക്കെ പോകുന്ന വഴിയുണ്ട്. പിന്നെ താഴോട്ട് നമുക്ക് ഇറങ്ങി പോകാവേ. ഈ അമ്പലമേട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്ത് പൂക്കളാണ് നിൽക്കുന്നത് നോക്കിയേ. തങ്കമണി അമ്പലമേട്. ഈ പോണ വഴി എന്ത് ഭംഗിയാന്ന് നോക്കിയേ. പൂച്ചെടികളും ചെറിയ വീടുകളും ഒക്കെ ആയിട്ടേ. ആ കണ്ട വീടിൻ്റെ മുറ്റത്ത് നല്ലൊരു പട്ടിക്കുഞ്ഞിരിപ്പുണ്ടായിരുന്നേ. അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. കാമാക്ഷി അമ്പലമേട് ശ്രീ മഹാദേവി ക്ഷേത്രം. അവിടെ ഒരു നല്ല പൂമരം നിൽക്കുന്നുണ്ടോ. നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന പോലത്തെ പൂക്കളെല്ലാം വഴിയിൽ ഇങ്ങനെ വീണ് കിടക്കുവാണേ. കോൺക്രീറ്റ് റോഡ്, അത് കാരണം ഭയങ്കര ചാട്ടമാണ്. അമ്പലം ദൂരെ കണ്ടോ. തങ്കമണി അമ്പലമേട്ടിലെ അമ്പലം. നമ്മൾ നേരത്തെ കയറിപ്പോയ ടവറൂന്നൊക്കെ കണ്ടോ. പക്ഷെ അവിടെ വന്നപ്പോൾ ഈ അമ്പലം നമ്മൾ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. കണ്ടായിരിക്കും, നമുക്ക് ശ്രദ്ധ പറ്റിക്കാണല്ലേ. നമുക്ക് ഈ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാവേ. ഇവിടെ കുറേ പുല്ലെല്ലാം കൂടെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നുണ്ടോ. ഇവിടെ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണേ. പോതപ്പുല്ലെല്ലാം പൂവിട്ട് നിൽക്കുകയാണ് കേട്ടോ. 2-3 പല കളറിലുള്ള പുല്ലുകൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ കാണാവേ. ഇവിടെ എനിക്ക് തോന്നുന്നൊരു വെള്ളച്ചാലമായിട്ടുള്ളൊരു സ്ഥലമാണെന്നാണ് തോന്നുന്നത്. ഇതിലെ ഇങ്ങനെ ജീപ്പിൻ്റെയൊക്കെ വീൽ പ്ലേസ് പോലെ ഒരു വഴി കാണുന്നുണ്ടേ. അതിലേ ഒന്ന് പോയി നോക്കാം. അപ്പുറത്തോടെ തങ്കമണിയുടെ ആ കാമാക്ഷി ഭാഗത്തിൻ്റെയൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ. നമ്മളൊരു നല്ല ഒരു പൊക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് വേറെ മലകളൊന്നും ഇല്ലെന്ന് പറഞ്ഞ പോലെ. ഇത് ഇവിടം വരെയുള്ളോ, അങ്ങോട്ട് പുല്ലാണല്ലോ മൊത്തം. ഇവിടെ നിന്ന് അപ്പുറത്തോടൊന്നും കാണത്തില്ല കേട്ടോ. നമ്മുടെ ആ കാൽവരി മൗണ്ടും കല്യാണത്തണ്ടും ഒക്കെ കാണത്തുള്ളേ.
കാരണം വെച്ചാൽ ഇവിടെ മൊത്തം പുല്ലാണേ. പിന്നെ ഇവിടെ വല്ല ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ പൊക്കി എടുക്കുവാണെങ്കിൽ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമേ. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇനി അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ എങ്ങാനും പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇതുവരെ കണ്ട കാഴ്ചകൾ എങ്ങനെയുണ്ട്, കൊള്ളാമോ? അഭിപ്രായമൊക്കെ പറയുക, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നമ്മൾ തൽക്കാലം ഇവിടം കൊണ്ടൊക്കെ നിർത്തുവാണേ. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.